വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ നാത്തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പൂക്കുന്നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ നിന്നെ തന്നെ കൈവണങ്ങാനരേ ഉള്ളിലാടും അഗ്നി പോലെ വെട്ടമുണ്ടോ വേറെ ഉടക്കമായൊരുക്കമായി പടക്കളം പിടിക്കണം ഉരുക്കുകൾ അഴിക്കണം ജപിക്കണം ജയിക്കണം മുന്നാലെ പോന്നിടാം പ്രിയങ്കരിയായ അനുമോള്, ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത്, ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മീർ ഖാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാരായ ശ്രീ കബീർ, പളനി, അൻസാരി, നമ്മുടെ ഇത്തിക്കയുടെ എല്ലാമായ ശ്രീ ഗോപകുമാർ ഉൾപ്പെടെ ഉള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇത്തിക്ക പുതിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ്. പുതിയ സംരംഭമല്ല, അപ്പുറത്തായിരുന്നു. സ്വാഭാവികമായിട്ടും ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ ആൾക്കാർക്ക് വന്ന് പാർക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം മനസ്സിലാക്കി ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ മനോഹരമായ, അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഇവിടെ ഈ ഇത്തിക്കായുടെ ഷോറൂം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ വന്നൊരു വ്യാപാരിയായി വ്യാപാരം നടത്തി തിരിച്ചു പോവുകയല്ല, കൊട്ടിയത്ത് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം സജീവ സാന്നിധ്യം കൂടിയായിരുന്നു ശ്രീ ഗോപകുമാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ കൊട്ടിയത്തെ പൗരപ്രമാണിമാരെല്ലാം തന്നെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നത്. കാരണം കൊട്ടിയത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. കാവനാടാണ് മറ്റൊരെണ്ണം ഉള്ളത്. ഇവിടെ 2ാമത്തെ ഷോറൂമാണ്. തീർച്ചയായും ഇത്തിക്ക ഈ മെച്ചപ്പെട്ട ഉൽപ്പന്നം കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക. അപ്പോൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാവും, ലാഭം കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ടേൺ ഓവർ വർദ്ധിപ്പിച്ച് ലാഭം വർദ്ധിപ്പിച്ച് അതിനോടൊപ്പം ഇത് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നടത്തുന്ന ആൾക്കാർക്ക് മാത്രമല്ല, അവിടെ എത്രയും പേർക്ക് തൊഴിൽ ലഭിക്കും. അപ്പോൾ അത്രയും കുടുംബങ്ങളും സംരക്ഷിക്കപ്പെടുന്നു. ആ തരത്തിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നതിന്
തീർച്ചയായും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അനിവാര്യമാണ്. ഇപ്പോൾ കൊട്ടിയത്ത് മാറ്റി സ്ഥാപിക്കപ്പെട്ട ഇത്തിക്കയുടെ ഈ പുതിയ ഷോറൂമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ, മുൻകാലങ്ങളിൽ അങ്ങനെ നടത്തിയിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ അങ്ങനെ നടത്തണമേ, കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നൽകണമേ എന്ന് നാട്ടുകാർക്ക് വേണ്ടി ഗോപനോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തികയുടെ ഉദ്ഘാടകൻ ഏറെ പ്രിയപ്പെട്ട തിരുവൂർ MLA ശ്രീ നൗഷാദ് അവർകൾ, പ്രിയപ്പെട്ട അനുമോള്, ബഹുമാനായിട്ടുള്ള ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ 8 വർഷക്കാലമായി ഇതിന് നേരെ എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം, നമുക്കറിയാം, ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒരു ട്രെൻഡിന് അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറ്. അപ്പോൾ കൂടുതൽ സൗകര്യത്തോടു കൂടി 1500 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ നല്ല നിലയിൽ നമ്മളെ സംബന്ധിച്ചറിയാം, കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന ഒരു പ്രദേശമാണ് കൊട്ടിയം. വികസനത്തിൻ്റെ ഹബ്ബായി മാറുന്ന നമ്മുടെ പ്രദേശം ലുലു മാളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പാർക്കിംഗ് അടക്കമുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ആരംഭിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗോപനും ചിഞ്ചുവും ഉദയൻ ചേട്ടനും അടക്കമുള്ള ഫാമിലിയുടെ സംരംഭമാണ്. ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും ആശംസയും അതോടൊപ്പം എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊല്ലം പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്, ആശംസ അറിയിക്കാൻ. ഏറെ ബഹുമാനായ തിരുവൂരം MLA, നമ്മുടെയൊക്കെ പ്രിയങ്കനായ ശ്രീ M. നൗഷാദ് അവർ, ഇവിടെ കൂടിയിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് അവർ, ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഏറെ ബഹുമാനരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ജസ്റ്റ് ബാക്ക് എന്നുള്ള നിലയിലായിരുന്നു അപ്പുറത്ത്. ആ സ്ഥാപനം വളരെ കാലങ്ങളായി കൊട്ടിയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ മാതൃസ്ഥാപനം കാവനാടാണ്. ഇതിൻ്റെ ശാഖകളായി വിവിധ പ്രദേശങ്ങളിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ഏറെ മെച്ചപ്പെട്ട നിലയിൽ ഈ സ്ഥാപനം നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഗുണകരമായ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൂടുതൽ സൗകര്യാർത്ഥം നമ്മുടെ NHൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ കൂടുതൽ സൗകര്യാർത്ഥം ഈ ഭാഗത്തേക്ക് മാറി ആരംഭിക്കുകയാണ്. ഇത് കൂടുതൽ സൗകര്യപ്രദമായി നമ്മുടെ നാട്ടുകാർക്ക്, ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നു. ഈ സ്ഥാപനത്തിന് മേൽക്കുമേൽ എല്ലാ പ്രവർത്തന വിജയവും ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ നവവത്സരാശംസകൾ നേർന്നുകൊണ്ട്, എല്ലാം നന്മയും നേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന് മേൽക്കുമേൽ എല്ലാ പ്രവർത്തന വിജയവും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, ജയ്. അപ്പോൾ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും മറ്റ് പ്രസിഡന്റും അവരെല്ലാവരും ഓരോരോ അടുത്തടുത്ത് ഇതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ടൺ. ഇനി നിങ്ങളെല്ലാവരെയും ഷോറൂം വിസിറ്റ് ചെയ്യാനും ഇനി ചെറുതായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനൊക്കെ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം വിട്ടുപോയി എന്ന് കരുതണ്ട, നമ്മുടെ അനുമോള് പർച്ചേസിങ് മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് പർച്ചേസിങ്ങിനോടൊപ്പം തന്നെ കാത്തിരുന്ന അനുമോൾ ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനും വിശേഷങ്ങളൊക്കെ പറയാനും. കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് കൈയടിച്ച് എവരിവൺ. യെസ്, ഹൗ ഡു യു അനു? ഓക്കെ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഒത്തിരി സന്തോഷം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഇതിക ഡിസൈൻ സ്റ്റുഡിയോ നമ്മുടെ കൊല്ലം കൊട്ടിയം ഭാഗത്തായിട്ട് ഒരുക്കിയിരിക്കുകയാണ് നിങ്ങൾക്കായി, നമുക്കായിട്ട് അല്ലേ. ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷം തോന്നി നിമിഷത്തിൽ. ഇത്രയും നല്ലൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു കൊല്ലം ഭാഗത്ത് ഇത്രയും നല്ലൊരു ബൊട്ടീക്ക് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഇതിൻ്റെ ഇന്ത്യയിൽ വർക്കാണെങ്കിലും ഡിസൈൻ എല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു 9 മണിക്കാണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടുന്നത്.
ഇതികയാണ് എനിക്കിത് തരുന്നത്. മോളല്ല, മോളുടെ അമ്മ. അതായത് ഇതിക സ്റ്റുഡിയോ ആണ് എനിക്കിത് കൈമാറുന്നത്. ഇഷ്ടമായോ? കാരണം എൻ്റെ മെഷർമെൻറ്റ് പോലും ഇല്ലാണ്ട് ആണ് എനിക്കിത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ രാവിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഓൾട്രേഷൻ ചെയ്ത് ശരിയാക്കിയല്ലേ. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഞാൻ കൊടുക്കുന്ന എന്താ പറയുക പാറ്റേൺ അനുസരിച്ചാണ്, മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് എല്ലാവരും എനിക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. എൻ്റെ എന്താ പറയുക, എൻ്റെ ഇഷ്ടം നോക്കിയിട്ടൊന്നുമല്ല. പുള്ളിക്കാരിക്ക് മനസ്സിലായി എൻ്റെ ഇഷ്ടം എന്തൊക്കെയാണെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, കളറും എല്ലാം. എനിക്കൊന്നും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പാറ്റേൺ ഡിസൈൻ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. ഡിസൈൻസ് ആണോ ഇതിൻ്റെ പിന്നിലെ? ആണോ? ശ്രീലക്ഷ്മി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അതെ. ശ്രീലക്ഷ്മി നല്ല ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സ്നേഹമാണ് പുള്ളിക്കാരി. എന്താ പറയണ്ടേ, വന്നപ്പോൾ തന്നെ ഒരുപാട് നാളത്തെ പരിചയമുള്ളത് പോലെയാണ് എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തത്. ഒത്തിരി സന്തോഷം. ഇങ്ങനൊരു നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇതിലേക്ക് അത്യാവശ്യമാണ്, ആവശ്യമുള്ളതാണ്, കളയരുത്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു വഴി പാസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്നതാണ് ഇതിക ഫാഷൻ സ്റ്റുഡിയോ. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് കയറാൻ തോന്നും, ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നും, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ തോന്നുമല്ലേ. അത്ര നന്നായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുകയാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കെന്താണെന്നറിയില്ല, ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ ഈ ഒരു ഡിസൈൻ സ്റ്റുഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പ്രത്യേകിച്ച് ലേഡീസ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നാലോ ഒരു കല്യാണം വന്നാലും നമ്മളിപ്പം ആരും ടെക്സ്റ്റൈൽസിൽ നിന്നും പോയി ഡ്രസ്സ് പർച്ചേസ് ചെയ്യത്തില്ല അല്ലേ. നമുക്ക് കറക്റ്റായിട്ടുള്ള സൈസൊന്നും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മുടെ സൈസ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഇതുപോലൊരു ബൊട്ടിക്ക് നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമുക്കത് നല്ല ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത്, ഇതിപ്പം എനിക്ക് തോന്നുന്നു എത്ര ദിവസമായി ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എത്ര ടൈം എടുത്തു? 3 ദിവസം മാക്സിമം എടുത്തു. ഓക്കെ, എന്തായാലും ഫോട്ടോ പോലും എനിക്ക് അയച്ചു തന്നിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടോ എന്ന് പോലും ചോദിക്കാനായിട്ട് എനിക്ക് ഫോട്ടോ പോലും അയച്ചു തന്നില്ല. എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും എനിക്ക് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, പറയും. അല്ല, സൈസ് അല്ലെങ്കിൽ ആ ഒരു കൊടുക്കാതെ കണ്ട് ആ ഒരു ഇഷ്ടം പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ 100 ദിവസം കണ്ടോണ്ടിരുന്നത് നമുക്ക് അനുമോളിന്റെ ടേസ്റ്റ് എന്താണെന്ന് കിട്ടിയതാണല്ലേ. 100 ദിവസം നമ്മൾ നെഞ്ചിരിപ്പോട് കൂടി ഇഷ്ടം അനുമോളായിരിക്കണേ. ഡെഫിനറ്റ്ലി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു വിന്നർ തന്നെയാണ്. അപ്പോൾ അത്രയും സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും ആൾക്കാരോട് കൂടിയത് ഡെഫിനറ്റ്ലി ഞാൻ കുറച്ച് നേരമായിട്ട് പറയും, ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കും, ഒന്ന് കണ്ടോട്ടെ, ഒന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ബിഗ് ബോസ് വിശേഷങ്ങൾ, അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ഫേസ്. അപ്പം എന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ ആ ഒരു അനുമോൾ ഡെഫിനറ്റ്ലി എല്ലാവരും എല്ലാ ദിവസവും TV സ്ക്രീൻ മിനി സീരിയൽ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ഏറ്റവും ഒരു സ്നേഹം അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇപ്പോൾ ലൈഫ്? ആദ്യം തന്നെ എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? കാണാത്തവരാരും ഇല്ലെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങൾ സഹിതം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ലൈവൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും? ലൈവൊക്കെ കുറച്ച് പേരെങ്കിലും കാണില്ലേ? ലൈവ് കണ്ടാലേ എല്ലാം മനസ്സിലാവുള്ളൂ. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 1 month കഴിഞ്ഞിട്ടുണ്ട്. ആരും മറന്നിട്ടില്ല. സ്നേഹം അതുപോലെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്നേഹം എനിക്ക് വോട്ടിലൂടെയാണ് തന്നതെന്ന് തോന്നുന്നു. ഇവിടെ നിൽക്കുന്ന മിക്കവരും എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഞാൻ വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് തരുന്ന സ്നേഹം വോട്ടിലൂടെ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവണം. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ളൊരു ആഫ്റ്റർ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം 100 ദിവസം ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ചില്ല, നന്നായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പുറമേ നിങ്ങൾ ഈ TV-യിലൊക്കെ കാണുന്നത് പോലെയൊന്നുമല്ല. പക്ഷെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ സന്തോഷമുണ്ട്, സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ സങ്കടമുണ്ട്. നമ്മുടെ ലൈഫിലൊക്കെ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഫോണില്ലാണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഈ വാഷ്റൂമിൽ പോയാലും ഫോൺ കൊണ്ടുവന്ന ഒരാളാണ്, എനിക്ക് പറ്റത്തില്ല. അപ്പം ഫോണില്ലാണ്ടെയും നമ്മുടെ ഈ പറഞ്ഞ വാച്ചോ പുറലോകമായി ഒരു ബന്ധമില്ലാണ്ട് നമ്മളൊരു വീട്ടിനകത്ത് കിടന്നുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കൊറോണ വന്ന ടൈമിലൊക്കെ നമുക്ക് കയ്യിൽ ഫോണെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇത് ഫോണില്ല, വീട്ടുകാരായിട്ടൊരു ബന്ധമില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ഇല്ലാണ്ട് ഒന്ന് കാണാൻ പോലും പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എവിടെ പോയാലും ജീവിക്കാൻ പഠിച്ചു ഞാൻ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ കാരണം.
എന്തായാലും ഇപ്പോഴത്തെ ഒരു ആഫ്റ്റർ ലൈഫ് അടിപൊളിയാണ്, ഹാപ്പി ആയിട്ട് പോകുന്നു. എന്താ പറയുന്നത്, ഹാപ്പിയാണ്. ഒത്തിരി പേര് കുറച്ചും കൂടി ഇപ്പോൾ സ്റ്റാർ മാജിക് കണ്ടിട്ടായിരിക്കും ഒരുപാട് പേര് എന്നെ തിരിച്ചറിയുന്നത് സ്റ്റാർ മാജിക്, പിന്നെ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ. അപ്പം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഈ ഒരു ഇന്റർനാഷണൽ റിയാലിറ്റി ഷോ കാരണം ഒത്തിരി പേരും കൂടെ എന്നെ കുറച്ചും കൂടെ എൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കൂടെ തിരിച്ചറിയാൻ പറ്റി. എൻ്റെ പോസിറ്റീവും നെഗറ്റീവും അറിയാൻ കൂടിയുമാണ് ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലോട്ട് പോയത് തന്നെ. അപ്പോൾ അത് അറിയണം, കാരണം നമ്മളെപ്പോഴും ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ് കണ്ടിട്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല. നമ്മളിപ്പോൾ ആക്ട്രസിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ചിലപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെടുക അല്ലേ. പക്ഷെ എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ ക്യാരക്ടറായിരിക്കും നമ്മളവിടെ കാണിക്കുന്നത്, നമ്മളവിടെ മറയൊന്നുമില്ല. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയിലോട്ട് പോയത് തന്നെ. അതെല്ലാവരും കണ്ടു, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളവിടെ അനുഭവിച്ചത് നമുക്കേ അറിയാവൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈവ് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ എൻ്റെ റിയൽ ക്യാരക്ടർ അറിയാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ ഷോ കാണുന്ന ആർക്കും എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഇത്രയും പേര് വന്ന സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഇവിടെ വന്നു തോന്നുന്നു, അല്ലാണ്ട് മോഹൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ ഇതിക ഫസ്റ്റ് ബ്രാഞ്ചാണ്, ഓൾറെഡി ഉണ്ടായിരുന്നു, ഇതിനെ കുറച്ചും കൂടെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാനും ഇതികയുടെ ഒരു ഫാമിലി മെമ്പറായി മാറി. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ ഫുള്ളും ഡ്രസ്സിലോട്ടാണ്. ഞാൻ ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയണ്ടേ, എനിക്ക് എപ്പോഴും ഞാൻ ഡ്രസ്സാണ്, എനിക്ക് ഓരോ ദിവസവും പ്രോഗ്രാമിന് വേണ്ടി ഡ്രസ്സ് ഞാൻ ഓരോ ബൊട്ടിക്ക് ഞാൻ ഇൻസ്റ്റയിലിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും, നല്ലൊരു ബൊട്ടിക്ക് കാണണേ, നല്ലൊരു ബൊട്ടിക്കാണ്. പക്ഷെ ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ഇതികയുടെ ഫാമിലിയിൽ ഉണ്ടാവും. ഓ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം വീണ്ടും അറിയിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുക. കാശ് കൊടുക്കണം കേട്ടോ, ഫ്രീ ആയിട്ടല്ല. ഓക്കെ, എന്തായാലും സന്തോഷം മാത്രം. പിന്നെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ട്രോഫി കയ്യിലേക്ക് നമ്മൾ കേരളക്കര ഒന്നാകെ ഏറ്റി കൊടുത്തല്ലേ. അപ്പൊ ആ ഒരു ബിഗ് ബോസ് വിന്നറിന് ഒരു വലിയ കൈയടി കൊടുത്താലോ? കൊട്ടിയം ശ്വാസം ലാവ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ചില സമയത്തൊക്കെ ഒന്ന് കൈയടിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ബഹളം വെക്കേണ്ടി വരും. 2-3 തവണ റിപ്പീറ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒറ്റൊരു തവണ പറഞ്ഞെങ്കിൽ ദാറ്റ് മീൻസ് ദേ ലവ് യു ലോട്ട്. എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് കൈയടിക്കാൻ പറ്റാത്തത്. പിന്നെ നിങ്ങളുടെ ഭാഗ്യം ഇവിടെ വെയിലില്ലാത്ത കേട്ടോ, സത്യം. ഞാൻ എവിടെ പോലും ഈ രാവിലെ എപ്പോഴും ഈ നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തായിരിക്കും രാവിലെ ഇനാഘോഷം നടത്തുന്നത്. അപ്പോൾ കൊല്ലം കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു കൊച്ചി കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും വൈകുന്നേരമാണ് അവിടെ ഇനാഘോറേഷൻ. കാരണം കുറച്ചും കൂടെ ആൾ കൂടുതലായിരിക്കും. പിന്നെ ഇന്നിപ്പോൾ മൺഡേ ആണ്, സൺഡേ മൺഡേ മാത്രമാണ് ആളുകൾ ഈ തിരക്കില്ലാണ്ട് എന്താ പറയുക ഓഫീസിലും കോളേജിലും സ്കൂളിലൊന്നും പോകാണ്ട് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്നത്. പക്ഷേ ഇന്ന് മൺഡേ ആയിട്ട് ഇത്രയും പേര് ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം. കുറേ പേര് എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന വഴിക്കാണ് കണ്ടു കയറിയതാണെന്ന് തോന്നുന്നു. എന്തായാലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അനുമോളിനെ കാണാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ബണ്ണിക്കാണെങ്കിൽ സ്റ്റേജിൽ വരണം, നിൽക്കണം എന്നുണ്ട്. നമുക്കൊന്ന് കൈയ്യടി കൊടുത്തുകൊണ്ട് ബണ്ണിയും കൂടെ സ്റ്റേജിൽ കയറ്റാല്ലേ. വന്നപ്പോൾ മുതൽ ഇതികയുടെ ഇനാഗ്രേഷൻ സ്റ്റാർട്ടിങ് തൊട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ഷബ്ബി ആൻഡ് ക്യൂട്ട് ആയതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കും. സൂക്ഷിച്ച് പതുക്കെ കയറിയാൽ മതി, സ്റ്റെപ്സ് നോക്കി നമ്മളിവിടെ ഉണ്ട്, പതുക്കെ കയറിയാൽ മതി. ഓക്കെ, അനു അതുപോലെ തന്നെ ബണ്ണിക്കും എനിക്കും ഇനി ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വിശേഷമൊക്കെ കേട്ടു, ബിഗ് ബോസ് ലൈഫ് കേട്ടു, കുറേ കഥകൾ കേട്ടു. പക്ഷേ അനുമോളെ കൊണ്ട് എന്ത് ചെയ്യിക്കും, നമുക്ക് ഡെഫിനറ്റ്ലി ഒരു സ്റ്റേജിൽ എത്തിയാൽ ചെയ്യിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക. അയ്യോ, പക്ഷെ അനു ഒരു പാട്ട് പാടാൻ പ്രിപ്പയർ ചെയ്താ വന്നേ. അങ്ങനെ ഞാൻ ഡാൻസും കളിക്കില്ല, പാട്ടും പാടില്ല. പിന്നെ ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ 2 സ്റ്റെപ്പൊക്കെ വെക്കുന്നതല്ല. നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല ഞാൻ ഭയങ്കര ഡാൻസർ ആണെന്നുള്ളത്. റീൽസ് പോലും ഞാൻ ഒരാഴ്ച കഷ്ടപ്പെട്ടിട്ടാണ് 15 സെക്കൻഡ് റീൽ ഞാൻ ഇരുന്ന് കളിക്കുന്നത്. അത് നിങ്ങൾ മിക്കവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ കഷ്ടപ്പെട്ട് കളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഞാൻ ഡാൻസൊന്നുമല്ല, ഞാൻ എന്താ പറയുക ചെറിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 സ്റ്റെപ്പ് വയ്ക്കും. ഓക്കെ,
സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി കടി പൊള്ളിയിൽ ഒന്നാം നമ്പർ കടലിടികിണയിൽ മലരടകല്ലേ മണിമുകിലല്ലേ കരിമുടിയിഴകിൽ മറുപടി നീ ചൊല്ലൂരെങ്കിലെങ്കില സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ മിഴിമുറ നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ തിരുമണ നനയുമ്പോൾ വെളുവെളുത്തു മിഴിമുറ നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ തിരുമണ നനയുമ്പോൾ വെളുവെളുത്തു പാടി വരും പാദസരം താളമിടും കൈവളകൾ കനവേ തേനിലവേ കൂടെ വരും മദനശരം പോലെ വരാം ഞാൻ തരാം മുന്നിലെ വന്നാലെല്ലാം ഏകാം ഞാൻ അസകസലെ പെണ്ണേ രംഗി രംഗി രംഗീല സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ സോനാ സോനാ ഞാൻ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Pump it up, bring me a little off that body. Pump it up, pump it up, pump it up. Shake it up, baby, shake a little off that body. Pump it up, pump it up, pump it up. All right, thank you so much. Appo before winding up, ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു 5-6 തവണയെങ്കിലും കേട്ടോണ്ടിരിക്കുന്ന ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്. ദുരന്ത സോങ്ങിലെ ആ ഒരു എൻട്രി ഉണ്ടല്ലോ അക്ഷരങ്ങളുടെ, വി കാൻ ഫോർഗെറ്റ് ദാറ്റ്. അപ്പോൾ ആ സോങ് ഇട്ട് ഒന്നുകൂടെ പ്ലേ കളിപ്പിച്ചാലോ? റെഡിയാണോ? ദുരന്ത സോങ് ഞാൻ കളിക്കുമ്പോൾ ദുരന്തം ആയിക്കോളൂ. ഓ, ഞാൻ കളിക്കുമ്പോൾ ദുരന്തം ആയിക്കോളൂ. ഓക്കെ. يا اخي والله خوش رقص يا اخي عندي خوش فصوة يا اخي والله خوش رقص عندي لك رقصة قوية يا الحبيب سمك صبوحة خطبها نصيب مدينة تعطيها كف وهز شبكين خليك شديد عطني رقصة فريسة زيد عليها شوي عندي ميزة المحجر اللي عارفة صيده سوي لي وقت كان غيبة هيا نسوي لي رقصة بياض جيب لي واحد كرة بياض طق سيارة ടീം ഇതിക ഡിസൈൻസിന്റെ ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ഇറ്റ് വെൽ കോർഡിനേറ്റഡ്. താങ്ക്സ് ടു ക്ലാസിക് ഇവന്റ്സ് കൊല്ലം ഫോർ ദിസ്. ശ്രീഹരി, താങ്ക് യു. ഒത്തിരി സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ്. ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കണ്ടോ? അകത്ത് കയറിയിട്ട് രഹസ്യം ധൈര്യം ചോദിക്കാം. പ്രോജക്റ്റ് സിനിമ വന്നിട്ടുണ്ട്. അതെന്താന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പിന്നെ സിനിമയാണ്. പിന്നെ ഏഷ്യനിൽ പ്രോഗ്രാം വരുന്നുണ്ട്. സ്റ്റാർ മാജിക് പോലത്തെ ഒരു പ്രോഗ്രാമാണ്. അല്ല ഒരിക്കലുമല്ല. ഞാൻ അവിടെ ചെന്ന് ആംഗ്രി എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇന്ററാക്ട് ചെയ്യേണ്ട അവിടെ. അപ്പോൾ അതൊരു പ്രോഗ്രാം വരുന്നുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ. സീരിയസ് ആയിട്ടൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് ഞാൻ 1 hour ആണല്ലോ. എപ്പിസോഡ് കണ്ടപ്പോൾ എപ്പിസോഡ് ഫുള്ള് ഞാൻ കരയുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഞാൻ കരയുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ അപ്പോഴെൻ്റെ വീട്ടുകാരും എന്നെ ഈ പറഞ്ഞ ലൈവ് കാണുന്നവരൊക്കെ എന്നോട് പറഞ്ഞത് ഇല്ല ലൈവിനകത്ത് കാര്യമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കരയുന്നത്. ഞാൻ ചുമ്മാ വെറുതെ കരയുന്ന ഒരാളല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ തൊട്ടേലും പിടിച്ചത് കരയുന്ന ഒരാളല്ല. കാര്യമുണ്ടെങ്കിൽ മാത്രം കരയുന്ന ഒരാളാണ്. പക്ഷെ പുറമെ നിന്ന് നമുക്ക് തോന്നും ഈ കുട്ടിക്ക് എന്താ മെന്റലാണോ എന്ന്. അല്ല, അത് കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ്. കാരണം അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം കരഞ്ഞു പോകും. അതാ കേട്ടോ. ഈ ചേച്ചി ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറയട്ടെ. ഞാൻ ചോദിച്ചു, അതെ എല്ലാവരും പറയാറുണ്ട് ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ കരയും, ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ ചിരിക്കുക ചെയ്യുന്നത്. എന്നാലും സന്തോഷം അത് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് ഒരു മകളായിട്ട് കാണുന്നുണ്ടല്ലേ. അതെ, എന്തായാലും ഞാൻ ഇനി കരയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കേട്ടില്ല.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾ അനുമോൾ ജയിക്കണമെന്ന് ഒരുപാട് പേരുടെ എന്താ പറയുക പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിന്നറായത്. ഒരിക്കലും ബിഗ് ബോസിൽ പോകുമ്പോൾ ഞാൻ ഒരിക്കലും വിന്നർ ആകണമെന്ന് വിചാരിച്ചിട്ടോ വിന്നർ ആകണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഈ വരുന്ന 25 പേരിൽ ഒരാൾക്ക് വിന്നറാകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് 100 ദിവസം അവിടെ പിടിച്ചു നിൽക്കണം എന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലാസ്റ്റ് ആ കപ്പ് കയ്യിൽ ലാലേട്ടൻ കൈ പൊക്കുമ്പോൾ പോലും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന വെച്ചാൽ സെക്കൻഡ് പൊസിഷൻ ആയിരിക്കും എനിക്ക് കിട്ടുക. എനിക്കങ്ങനെ വലിയ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് പേര് സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു 17 ലക്ഷം പേരാണ് 14 ലക്ഷം പേരാണ് എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ എന്താ ഇത്രയും മലയാളി പ്രേക്ഷകർ നമ്മുടെ ഈ 14 ലക്ഷം പേര് എന്നെ സ്നേഹിക്കാനുണ്ടെന്ന് കേട്ടപ്പോഴറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒത്തിരി സന്തോഷം. എന്നെ പ്രാർത്ഥിച്ചതിനും സ്നേഹിച്ചതിനും ഒക്കെ സന്തോഷം. താങ്ക് യു. ഇന്ന് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഷോറൂമിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. ദേവിയെ സ്റ്റേജിലേക്കാണ് വരുന്നത്. പെണ്ണെ നീ വറ്റുന്ന മേടവയിൽ കൊണ്ടേ ഞാൻ വാടും നേരത്ത് പൊന്നാനെ നിൻ മനസ്സ് എല്ലോണം തെൻ കൂറുമ്പ് നുള്ളാനായി നിന്നെ ദൂരത്ത് വീശുന്ന കോവൈക്കാട്ടിലാടും നിൻ കൂന്തൽ എൻ മേലാകെ മൂടാമോ നീ പെണ്ണാളെ ആരോ നീ ഊറും പേരും ഇല്ലെന്നായാലും ഞാൻ വല്ലാതെ പൊള്ളും കാര്യം നേരാണേ ജാലക്കാരി മായ ജാലക്കാരി നീ എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീരി നിന്നാൽ പല നാളുരുകി പിന്നാൽ അലപോലലയാം നിന്നാൽ കഴിയും വരഞ്ഞാ ജാലക്കാരി മായ ജാലക്കാരി എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീരി നിന്നാൽ പല നാളുരുകി പിന്നാൽ അലപോലലയാം നിന്നാൽ കഴിയും വരയാ. அதிகாலத்தெழுന്നേറ്റ് ഒന്നായി കൈയും കോർത്ത് ആര്യങ്കാവും തേടി പോകാം അനുവാദം തന്നാൽ രാവിൽ നിന്റെ പൂമടിയിൽ പൈതൽ പോലെ നാനും ചായ കണ്ണാടി ചില്ലൊഴുകും ഹാട്ടിനോരത്ത് നാം മൂവന്തി ചന്തം കണ്ടേ നിന്നിടാം അകൽപ്പാത്തി തേരോടും പച്ച നടന്ന് നാം പ്രേമത്തിൻ മന്ത്രം മാത്രം മൂളിടാം മാറാറും കാണാതെ തമ്മിൽ. ഹലോ അനുമോളാണ്. നമ്മുടെ കൊല്ലം കൊട്ടിയത്ത് പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിക ഫാഷൻ സ്റ്റുഡിയോ. എന്താ പറയുക, ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഇനാഗുറേഷൻ ആയിരുന്നു, കഴിഞ്ഞു. എന്ത് ഭംഗിയായിട്ട് കഴിഞ്ഞല്ലേ? അത് നമ്മൾ വിചാരിച്ച താങ്ക് യു. എന്തായാലും ഒത്തിരി സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു കൊല്ലം ഭാഗത്ത് ഇത്രയും നല്ലൊരു ഡിസൈൻ സ്റ്റുഡിയോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു തവണ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്താ പറയുക കളക്ഷൻസ് ഒരു രക്ഷയില്ല. പിന്നെ കൂടുതലും ഇവർ കസ്റ്റമർ സ്റ്റിച്ചിങ് ആണ്. ഇതെല്ലാം കസ്റ്റമർ ചെയ്തിട്ട് ഇട്ടിരിക്കുന്നതാണ് അല്ലേ? ഇതെല്ലാം കസ്റ്റമർ സ്റ്റിച്ചിങ് അല്ലേ? ആണ്. ഓക്കെ. ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് പോലും ഇവർ എനിക്ക് ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഇവിടെ ഒരുപാട് കോട്ടൻ്റെ ക്ലോത്തും എല്ലാം ഒരുപാടുണ്ടല്ലേ? ലേഡീസിന്, ജെൻസിനല്ല, ലേഡീസിന് പറ്റിയ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കൂടുതലും ഇവർ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ് കൂടുതൽ ഇവിടെ നടക്കുന്നത്. ഉണ്ട്. അതെ, റെഡിമെയ്ഡ്സ് ഉണ്ട്. അപ്പം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ എല്ലാം നോക്കി. ഇപ്പം ഞാൻ എനിക്ക് വീണ്ടും വരേണ്ടി വരും. അതെ,
എനിക്ക് പ്രത്യേകിച്ച് പറയാൻ സാധാരണ ഒരു വരുന്ന കണക്കല്ല കേട്ടോ. ഒരുപാട് ടൈമില്ലേ നിങ്ങൾക്ക് തോന്നിയില്ലേ സ്പെൻഡ് ചെയ്ത്? സാധാരണ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ പെട്ടെന്ന് റിബൺ കട്ട് ചെയ്യുക, സ്പോട്ടിൽ പോവാന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത്, അപ്പൊ ഒരുപാട് എല്ലാവർക്കും നല്ല സപ്പോർട്ട് ചെയ്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതികയുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടുണ്ട് ഞാനിപ്പോ. എന്തായാലും താങ്ക് യു സോ മച്ച്. കീപ് ഇൻ ടച്ച്. താങ്ക് യു. ജാലകാരി